നീതി കാക്കേണ്ടവരാണ് പോലീസുകാർ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ. അതേ പോലീസുകാർ തന്നെ മനുഷ്യന്റെ ജീവൻ എടുത്താലും. അത്തരമൊരു സംഭവമാണ് തമിഴ്നാട് തൂത്തുക്കുടിയിൽ നടന്നിരിക്കുന്നത്. ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. പോലീസിന്റെ മർദ്ദനമാണ് മരണകാരണമെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. അനധികൃതമായി മദ്യക്കുപ്പികൾ വിറ്റെന്നാരോപിച്ച് ജൂലൈ 17-നാണ് തൂത്തുക്കുടി അമുദാനഗർ സ്വദേശിയായ 26-കാരനായ എൻ അരുണാചലം എന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. 120 മദ്യക്കുപ്പികളായിരുന്നു പോലീസ് ഇയാളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തത്. ടാസ്മാക് ഔട്ട്ലെറ്റിലെ സെയിൽസ്മാനായി ജോലി ചെയ്യുകയായിരുന്നു ഈ അരുണാചലം. വീട്ടിൽ നിന്ന് പോലീസ് കൊണ്ടുപോകും വരെ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന അരുണാചലമാണ് അടുത്ത ദിവസം രാവിലെ മരിച്ചു എന്ന വാർത്ത പുറത്തുവരുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച അരുണാചലത്തെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നാണ് കുടുംബം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അതായത് ജൂലൈ 18-ന് അരുണാചലത്തെ തൂത്തുക്കുടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ 5 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അരുണാചലം മരിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിലെ മർദ്ദനമാണ് മരണകാരണമെന്നാണ് ഇപ്പോൾ യുവാവിന്റെ കുടുംബം ആരോപിക്കുന്നത്. കസ്റ്റഡിയിലിരിക്കെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് അരുണാചലത്തിന്റെ ശരീരത്തിൽ ഗുരുതരമായ പരിക്കുകൾ പറ്റിയെന്നാണ് കുടുംബാംഗങ്ങളുടെ ആരോപണം. ആശുപത്രിയിൽ വെച്ച് മരിക്കുന്നതിന് മുൻപ് പോലീസുകാർ തന്നെ മർദ്ദിച്ചതിനാലാണ് പരിക്കേറ്റതെന്ന് യുവാവ് പറഞ്ഞിരുന്നതായി ആ കുടുംബം വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മകനെ ഉപദ്രവിച്ച പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കും വരെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നാണ് അരുണാചലത്തിന്റെ അമ്മ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത്. திடீர்னு 10 நிமிஷத்துல நீங்க டக்குன்னு மொட்டையை போடுங்க, ஆபரேஷன் 10 நிமிஷத்துல பண்ணணும் அப்படின்னாங்க. அதட்டி பையன் நல்லா பேசிட்டு இருந்தான். போலீஸ்காரங்க இப்ப என்ன சொல்றாங்க? அடிக்கல நின்ன இடத்துல என் பையனுக்கு நீதி வேணும். எனக்கு என் பையன் அந்த பிடிச்ச போலீஸ் எனக்கு வரணும். இப்போ நீதி வேணும், எனக்கு நீதி வேணும், நேர்மை வேணும். எனக்கு இல்லைன்னா நான் பாடியை வாங்க மாட்டேன். പോലീസിന്റെ മർദ്ദനത്തെ തുടർന്ന് തന്റെ മകന്റെ തലയിലും കാലുകളിലും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായതായി അരുണാചലത്തിന്റെ അമ്മ പരമേശ്വരി വ്യക്തമാക്കുന്നുണ്ട്. അമുദാനഗറിൽ നിന്നുള്ള ഒരു സ്ഥിരം കുറ്റവാളി കൂടിയാണ് ഈ അരുണാചലം എന്നതും എടുത്തു പറയേണ്ടതാണ്. കള്ളക്കടത്ത് കേസിൽ ഇയാൾ മുൻപ് അറസ്റ്റിലായിരുന്നു. എന്നിരുന്നാലും ഒരാളെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ച് മരണത്തിലേക്ക് എത്തിക്കാൻ പോലീസിന് ആരധികാരം കൊടുത്തുവെന്ന വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇപ്പോൾ കുടുംബാംഗങ്ങൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും മൃതദേഹം പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തിരിക്കുകയാണ് പോലീസ്. ബന്ധുക്കളുടെ ആരോപണത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇപ്പോൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.